ഗോകുലവാസികളൊക്കെ കഴിഞ്ഞു പോയത്. ഭഗവാനുള്ളപ്പോൾ എന്തെല്ലാം കുസൃതികളാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഭഗവാൻ എന്തിനാണ് ഇത്രയും വലിയ ലീലകളാടിയത്? വൃന്ദാവൻ ലീലയിൽ ഇത്രയും വലിയ ലീല ഗോകുലത്തിൽ ഭഗവാൻ ചെയ്തെന്തിനാണ് അറിയോ? എന്തെല്ലാം കുസൃതികളാണ് കാണിക്കുന്നത്. കറക്കാറായി നിൽക്കുന്ന പശുക്കളെയൊക്കെ ക്ലാവിനെ വിട്ട് കുടിപ്പിക്കുക, വെള്ളമൊക്കെ ചൊരിയുക, ചൂടുള്ള പാൽ ഉറികെട്ടി വെച്ചേക്കുന്ന കമ്പ് കൊണ്ട് കുത്തിക്കിടിച്ച് ആ പാല് കുടിച്ചോണ്ട് പോവുക. ഇപ്പുറത്തെ വെണ്ണ, തൈര് കളഞ്ഞ് വെണ്ണ എടുക്കുന്ന സമയത്ത് ഒരു നിമിഷം കണ്ടു വെച്ചുമ്പോൾ ആ വെണ്ണ എടുത്തുകൊണ്ട് പോവുക. നെയ്യപ്പൊക്കെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ അത് എടുത്തോണ്ട് പോയി ചാണകമുള്ള കൊണ്ടുവെക്കുക. അയൽവക്കക്കാരുടെയൊക്കെ പാത്രങ്ങൾ തല്ലിപ്പൊട്ടിക്കുക. എന്തെല്ലാം പണിയാണ്. അപ്പോ ഭക്തന്മാരെ മുഴുവൻ മായപ്പെടുത്തിയിരിക്കുക ഭഗവാൻ. എന്തിനാണ് ഭഗവാൻ ഇത്രയും വലിയ ലീല അവിടെ ചെയ്തത്? അപ്പൊ അവിടെ ഉള്ളവർ എന്ത് ചെയ്യും? ഇത്രയും കുരുത്തക്കേട് കാണിക്കുന്ന കൃഷ്ണന്റെ പുറകെ എല്ലാവരും ഓടി നടക്കുക. എന്ത് ജപിച്ചോണ്ട്? കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചോണ്ട്. ഭഗവാനോ അത് തന്നെയായിരുന്നു വേണ്ടതേ. എന്തിനാണ് ആ കൃഷ്ണ എന്ന് ജപിച്ചോണ്ട് പോയത്? കൃഷ്ണ രണ്ടെണ്ണം ഇവരെ ഇന്ന് പിടിച്ച് കെട്ടിയിടും, അല്ലെ? യശോദാമ്മയോട് പറയും, രണ്ടടി കൊടുക്കും. ഇതിനൊക്കെ വേണ്ടിയാ പുറകെ ഓടുന്നത്. പക്ഷെ കൃഷ്ണനെ കിട്ടുമോ? ഇല്ല. ഭഗവാൻ ഇങ്ങനെ തുള്ളിച്ചാടി ഓടി ഇങ്ങനെ നടക്കല്ലേ. അപ്പോ ഓരോ നിമിഷങ്ങളിലും വരുന്ന കൃഷ്ണ കൃഷ്ണ എന്നുള്ള നാമം ജപിച്ച് ഇങ്ങനെ പുറകെ നടക്കുക. എന്താണ് കൃഷ്ണ എന്നുള്ള വാക്കിനർത്ഥം? കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആകർഷിക്കപ്പെടുന്നത്, കൃഷ്ണം എന്ന് പറഞ്ഞാൽ പാപം. അപ്പോ എന്റെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോ എന്റെ പാപത്തെ ഇല്ലാതെയാക്കുന്നവനെ എന്നാ വിളിക്കുന്നത്. അപ്പൊ ആ ഗോകുലവാസികളിൽ പാപമുണ്ടോ സജ്ജനങ്ങളെ? ആ ഭഗവാന്റെ നാമം ജപിക്കുന്ന ഭക്തരിൽ പാപമുണ്ടോ? ഇല്ല. സദാ നേരവും ഭഗവാൻ വേണ്ടിയിരുന്നറിയോ? ഇപ്പോ പരിഭ്രമമുണ്ട്. എന്ത് പരിഭ്രമം? ഓരോ ജോലി ചെയ്യുമ്പോഴും അവര് ഭഗവാനെ തന്നെ ചിന്തിക്കുന്നു. പശുവിനെ കറക്കുന്നു, ഉടനെ ഭഗവാനെ ചിന്തിച്ചോണ്ടാണ് കറക്കുന്നത്. കൃഷ്ണനെ ഇപ്പുറത്തോട് വന്നാൽ ചൂടുള്ള പാല് കറന്നോഷിക്കുമ്പോൾ എടുത്തോണ്ട് പോകുമോ? തൈര് കടയുന്നു, തൈര് കടയുമ്പോ ഉടനെ ചിന്തിക്കുക ഭഗവാൻ കൃഷ്ണൻ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പുറത്തോട്ട് നോക്കുമ്പോ ഇപ്പുറത്തോടെ വന്നെടുത്തോണ്ട് പോകും, ഇനി ഇപ്പുറത്തോട്ട് നോക്കുമ്പോ അപ്പുറത്തോടെ വന്നെടുത്തോണ്ട് പോകും. അപ്പോ തൈര് കടയുമ്പോ ഭഗവാൻ ഇങ്ങനെ ഓർക്കും, തൈര് എടുക്കാനുള്ള ചൂടുള്ള പാലാക്കി ഉറയൊഴിക്കാറാകുമ്പോ ചൂട് ആറാൻ വേണ്ടി ഉറി കെട്ടി വെച്ചേക്കും. ആ ഉറി കെട്ടി വെച്ചേക്കുന്ന ചൂടുള്ള പാലെന്ത് ചെയ്യും? ഉറയൊഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? കമ്പ് കൊണ്ട് കുത്തി എടുത്തുണ്ടാക്കി അത് പതുക്കെ ഗോപന്മാരോടുകൂടി കുടിച്ചോണ്ട് പോകും. അപ്പോ ഓരോ നേരങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ള ആളുകൾ ചെയ്യുമ്പോൾ എന്താണ്? ഭഗവത് സ്മരണയോടുകൂടിയാണ് ഓരോ കർമ്മങ്ങളും അവിടെയുള്ളവർ ചെയ്തു പോരുന്നത്. എപ്പോഴും ഭഗവാൻ കൃഷ്ണൻ എന്നുള്ള ചിന്തയാണ് അവിടെയുള്ളവർക്കുള്ളത്. നമുക്ക് ആ ചിന്തയുണ്ടോ? ഏതെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാനെ ഓർക്കാറുണ്ടോ? ഉണ്ടോ? ഈ കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനേവാ പ്രകൃതി സ്വഭാവ കരോമിയത്തിൽ സകലം പരസ്മൈ നാരായണായി സമർപ്പയാമി. ഈ മന്ത്രം എന്തിനുള്ളതാണെന്നറിയോ? എന്തിനുള്ളതാണ്? എന്തിനാണ്? നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ആ കാര്യങ്ങളെ സമർപ്പിക്കാനുള്ള മന്ത്രമാണ് കായേന വാച. അല്ലയോ? ആണോ അല്ലയോ? ആണെന്നുള്ളൊരു കൈവക്കില്ലോ. ആ മോന്തം അടച്ചാണ് ഞാൻ വെച്ച് കൈവക്കിയായില്ലേ. എന്തെല്ലാം കാണണം ഭഗവാനെ. അപ്പൊ എന്ന് പറഞ്ഞാൽ നോക്കി, അതിനകത്തൊരു സമർപ്പയാമി വന്നതുകൊണ്ട് അത് സമർപ്പിക്കാനുള്ള മന്ത്രമല്ല. അത് സമർപ്പിക്കാനുള്ള മന്ത്രമല്ല. എന്റെ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കാനുള്ള മന്ത്രമല്ല. അതെ, കായേന വാച മനസ്സേന്ദ്രിയർവ. കായം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, മനസ്സേന്ദ്രിയർവ മനസ്സ്, ഇനി ബുദ്ധ്യാത്മനേവ ബുദ്ധി. അപ്പൊ കായം, മനസ്സ്, ബുദ്ധി. അപ്പൊ ഈ ശരീരത്തിലെ മനസ്സും ബുദ്ധിയും അടങ്ങിയിരിക്കുന്ന, ഇന്നലെ അമ്മ എഴുതി വെച്ചില്ലേ, അതിന് എഴുതി വെക്കണം, 17 ഇന്ദ്രിയങ്ങൾ. അപ്പൊ മനസ്സും ബുദ്ധിയും 5 പ്രാണനും 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയം കൂടിയ ഈ ശരീരം ഞാൻ ഭഗവാനിലേക്ക്, കായം എന്ന ഈ ശരീരം ഇന്ദ്രിയുക്തമായി 17 ഇന്ദ്രിയുക്തമായി എന്റെ ഈ ശരീരം ഞാൻ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു മന്ത്രമാണ് എന്തുവാ? കായേന വാച മനസേന്ദ്രിയർവ എന്നുള്ള മന്ത്രം. അല്ലാതെ സദ്യ ഉണ്ണാനുള്ള സിമ്പലല്ല കായേന വാച. കായേന വാച കേൾക്കുമ്പോൾ സദ്യ ഉണ്ണാനുള്ള സിമ്പലായി എന്നങ്ങോട്ട് പോയേക്കാം എന്നുള്ള സിമ്പലല്ല. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും, രാവിലെ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും ഭഗവത് സ്മരണയോടുകൂടി നാരായണായി ഇത് സമർപ്പയാമി. എന്റെ ദേഹമാദ്യങ്ങള് ഞാൻ ഭഗവാൻ, ഇന്ദ്രിയുക്തമായിരിക്കും ദേഹമാദ്യങ്ങൾ ഞാൻ ഭഗവാനിലേക്ക് സമർപ്പിച്ച് ഞാൻ കർമ്മങ്ങൾ സമാർപ്പിക്കുന്നു. സർവേശ്വര, നിന്റെ അനുഗ്രഹം എന്നിൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള മന്ത്രവാ സജ്ജനങ്ങളെ കായേന വാച. അത് തന്നെയാണ് അവിടെ നിൽക്കുന്നത്.
ഗോകുലത്തിലുള്ളവർ ഓരോ കർമ്മങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഭഗവത് സ്മരണയോടുകൂടി ഓരോ കർമ്മങ്ങളും ചെയ്യാം. ആ കർമ്മങ്ങൾ എന്ത് ചെയ്താൽ വെച്ചാലും ഭഗവത് സ്മരണയോടുകൂടിയാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. കൃഷ്ണൻ എപ്പോഴാണ് വരുന്നത്,